നമുക്ക് പണമുള്ളത് ആവശ്യത്തിന് ഉപയോഗിക്കാം എന്നല്ലാതെ ആഡംബര ജീവിതം നയിക്കാനല്ല. ആ പണം കൊണ്ട് 10 പേർക്ക് സഹായം ചെയ്യുകയല്ലാതെ നമ്മൾ ധൂർത്തടിക്കരുത്. ചേച്ചി ഒരുപാട് ഇറങ്ങണ്ട. ഇപ്പൊ ആശുപത്രിയിൽ എത്തിയല്ലേ ഉള്ളൂ. അവിടെ ഇരിക്കും. നിങ്ങളെ രണ്ടുപേരെയും കാണുമ്പോ ഞാൻ എന്തിനാ തിരിച്ചു വന്നെന്ന് തോന്നുക എനിക്ക്. എനിക്കും അതാ തോന്നുന്നേ. നിങ്ങൾ ശവമായിട്ട് എത്തേണ്ടിരുന്നേ. പിന്നെന്തിനാ ഞങ്ങളെ ജനിപ്പിച്ചത്? അറിവില്ലായ്മ കൊണ്ടാ. അറിവ് വന്നതിന് ശേഷം ഞങ്ങൾ എങ്ങ് കൊന്നേക്കായിരുന്നല്ലോ. എന്താ മോളെ, അമ്മ ഇങ്ങനെ വിഷമിപ്പിക്കാമോ? വായി തോന്നുന്നതൊക്കെ ഇങ്ങനെ പറയാൻ പാടില്ല. പിന്നല്ലാതെ എന്ത് ചെയ്യാനാ ചെറിയച്ചാ? കുട്ടികളുടെ ആവശ്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പിന്നെന്തിനാ കുട്ടികളെ ജനിപ്പിക്കുന്നത്? ഭദ്രമായിട്ട് ചേച്ചി വീട്ടിൽ തിരിച്ചെത്തിയിരിക്കുക. എന്തിനാവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നേ? എടാ ആനന്ദ്, വൈഷ്ണവി, നിങ്ങൾ ഇങ്ങോട്ടൊന്ന് വന്നേ. എന്താ ചെറിയച്ചാ ഇത്? നിങ്ങളുടെ ഫ്രസ്ട്രേഷൻ എനിക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് കാശ് ആവശ്യമുണ്ടെങ്കിൽ എന്നോട് ചോദിക്കേ. എന്തിനാ അമ്മയോട് വഴക്ക് കൂടുന്നേ? നിങ്ങൾ ക്ലബിലൊക്കെ പോയി അടിച്ചു പൊളിക്ക്. എൻജോയ്. താങ്ക് യു ചെറിയച്ചാ. നിങ്ങളാണ് ഞങ്ങളെ ദൈവം. ചെറിയച്ചനെ പോലെ അമ്മയെ ഞങ്ങളെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഞങ്ങളുടെ ലൈഫ് വേറെ ലെവലായിരിക്കുമായിരുന്നു. നിങ്ങളുടെ ജീവിതത്തിന് ഞാൻ ഗ്യാരണ്ടി. ഗോ ആൻഡ് എൻജോയ്. ചെല്ലടാ ചെല്ല്. കാണുന്ന ലഹരിയെല്ലാം ഉപയോഗിച്ച് ജീവൻ അവസാനിപ്പിച്ച് സ്വത്തെനിക്കതാ. എന്താ ചന്ദ്രശേഖര ഇത്? വീണ്ടും അവർക്ക് പണം കൊടുത്തയച്ചോ നീ? അയ്യോ, അങ്ങനെയൊന്നും കൊടുത്തില്ല ചേച്ചി. അവരെ രണ്ടുപേരെയും ബുദ്ധി ഉപദേശിച്ചാ പറഞ്ഞേച്ചേ. നമ്മൾ പറഞ്ഞു കൊടുത്താൽ അവർ ആ മഹാറാണി എവിടെയുണ്ടെന്ന് കണ്ടുപിടിച്ച് അവളെ കഴുത്ത് ഞെരിച്ച് കൊല്ലണം. കഴിക്കൂ. എനിക്ക് മതിയമ്മേ. ഇതുകൂടി കഴിക്കൂ. വെള്ളം കുടിച്ചിട്ട് വേഗം ചെന്ന് ഹോംവർക്ക് ചെയ്യൂ. ഓക്കെ അമ്മേ. ഏട്ടൻ എന്താ ഇത്രയും നേരമായിട്ട് ഭക്ഷണം കഴിക്കാൻ വരാത്തെ?
എന്താ ഏട്ടാ? ഏട്ടൻ ഇവിടെ എന്ത് ചെയ്യാ? ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. ശരി, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോ. താൻ ചെല്ല്, ഞാൻ വന്നേക്കാം. അതെന്താ ഏട്ടാ? ഏയ് ഇതൊന്നുമില്ല വസുന്ധര. എന്തോ രക്തം പോലെയാണല്ലോ തോന്നിയേ. അത് രക്തമൊന്നുമല്ല, കുങ്കുമ. താഴെ വീണപ്പോ ഞാൻ കോട്ടം വെച്ച് ക്ലീൻ ചെയ്താ. ഏട്ടൻ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? ഞാൻ ഏട്ടനെ നോക്കുന്നുണ്ടല്ലോ. അത് സാരമില്ല വസുന്ധര. ഭക്ഷണം തണുക്കുന്നതിന് മുന്നേ വന്ന് കഴിക്കും. ശരി. പിച്ചെടുക്കുന്നവര് പോലും 4-5 കറി കൂട്ടിയാ കഴിക്കുന്നേ. ഇതൊക്കെ കഴിക്കേണ്ടത് എന്റെ തലയിലെടുത്ത്. ഒരു നേരം 4 ഐറ്റം ഭക്ഷണം വേണമെന്നൊക്കെ പറയാനേ ഇത് ഹോട്ടലോ റെസ്റ്റോറന്റോ ഒന്നും അല്ല. ഇത് വീടാണെന്ന് അറിയാം ഭാസ്കരേട്ടാ, എന്നും പറഞ്ഞ് ഇങ്ങനെയാണോ ഭക്ഷണം ഉണ്ടാക്കുന്നത്? ഇതിനെന്താ ഇത്ര മോശം കാർത്തിക? അവരുള്ളതല്ലേ നമുക്ക് തരുന്നത്. കഴിക്കാതെ ഇങ്ങനെ കുറ്റം പറയുന്ന എന്തിനാ? ഞങ്ങളൊന്നും അനാഥരല്ല, അനാഥാശ്രമത്തിലല്ല താമസിക്കുന്നത്. നിങ്ങൾ തരുന്നത് കഴിക്കാനായിട്ട്. ഒരു ദിവസം ഏതെങ്കിലും അനാഥാലയത്തിൽ പോയി നിന്ന് നോക്ക്, അപ്പൊ അറിയാം. എന്താ ഭാസ്കരേട്ടാ, നിങ്ങൾ താമസിച്ചായിരുന്നോ? എന്തിനാ വഴക്കുണ്ടാക്കുന്നിരുന്ന് കഴിക്കാൻ നോക്ക് എല്ലാവരും. ഈ ഇഡ്ഡലിയും ചമ്മന്തിയൊന്നും ഞാൻ കഴിക്കില്ല, എന്നെ കൊണ്ട് പറ്റില്ല. ഓൾറെഡി നമ്മുടെ കുടുംബത്തിന് ഇഡ്ഡലി ഉണ്ടാക്കുന്നവരുടെ കുടുംബം എന്ന് നല്ല പേര് കിട്ടിയിട്ടുണ്ട്. അത് തെളിയിക്കുന്നത് പോലെ ദിവസം ഇഡ്ഡലി ഉണ്ടാക്കിയാൽ എങ്ങനെയാ? നാളെ മുതൽ വേറെ ഐറ്റംസ് ഉണ്ടാക്കി തരാളമ്മേ. ഇന്ന് ഇത് കഴിക്കേണ്ട ആവശ്യം ഞങ്ങൾക്ക് എന്താണ് ചോദിച്ചേ? ഞങ്ങൾ ഇത് കഴിക്കണോ അതോ പട്ടിണി കിടക്കണോ? ഇതിനൊക്കെ വേണ്ടിയാണോ ഞങ്ങൾ ഈ വീട്ടിലേക്ക് ക്ഷണിച്ചുകൊണ്ട് വന്നത്? ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് ഞങ്ങൾ നന്നായി ആഹാരം കഴിച്ച് കിടക്കില്ലായിരുന്നോ? നിങ്ങൾക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നല്ലോ. എല്ലാവരും ഒരുമിച്ചിരിക്കാൻ വേണ്ടിയാ അഭി നമ്മളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. അഭിക്ക് വലിയ സമ്പാദ്യമൊന്നുമില്ല. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നതിന് പകരം തൊട്ടതിനെല്ലാം കുറ്റം പറഞ്ഞാൽ എങ്ങനെയാ? ആവശ്യമുള്ളത് കൊടുത്തില്ലെങ്കിൽ പ്രശ്നം തന്നെ ഉണ്ടാവും. ഞങ്ങൾ ഒറ്റയ്ക്ക് ജീവിക്കാന്ന് പറഞ്ഞപ്പോ ആരും കേട്ടില്ല. ഞങ്ങൾക്ക് വേണ്ടത് തരാൻ പറഞ്ഞപ്പോ അതും നിങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ല. ഞങ്ങളുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ സ്വാതന്ത്ര്യമില്ലേ? വെറുതെ പ്രശ്നം ഉണ്ടാക്കാതെ മിണ്ടാതിരിക്കെ. എന്തിനാണ് അവളെ കുറ്റപ്പെടുത്തുന്നേ? ഇവള് നമ്മുടെ വയറ്റ് തടിക്കുന്നത് കാണുന്നില്ല നീ? ക്ഷമിക്കണം ഇളയമേ. നാളെ മുതൽ നിങ്ങൾക്ക് എന്തെല്ലാം വേണോ അതെല്ലാം ഞാൻ വാങ്ങിച്ചോണ്ട് വരാം. ഒരു കുറവും വരാതെ ഞാൻ നോക്കിക്കോളാം. ഇന്ന് ഒരു ദിവസത്തേക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യും. ഇപ്പൊ വയറ് നിറഞ്ഞു കഴിഞ്ഞു. ഇനി നാളെ മുതൽ കഴിച്ചോളാം. അഖിൽ, കാർത്തികേ, നിങ്ങളെങ്കിലും ഒന്ന് കഴിക്കുക. ഈ വൃത്തികെട്ട ഭക്ഷണം കഴിക്കുന്നതിനേക്കാളും പട്ടിണി കിടക്കുന്നതാണ് നല്ലത്.
അമ്പി അത് വിട്ടേക്കടാ. അവരങ്ങനെ തന്നെ, മാറ്റം ഉണ്ടാവില്ല. അവരെ ഓർത്ത് നീ മനസ്സ് വിഷമിപ്പിക്കണ്ട. നീ വന്നിരിക്കേ. മോളെ വസു, അവയ്ക്കും ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വയ്ക്കുക. ഏട്ടനും എടുത്തിയും തൽക്കാലം കഴിക്കുക, ഞാൻ പിന്നെ കഴിച്ചോളാം. ഇന്നലെ മുതൽ നീ വളരെ ടയേർഡാണ് അബി. വന്നിരുന്ന് കഴിക്കേ. ഞാൻ പിന്നെ കഴിച്ചോളാം ഏട്ടത്തി. ഏട്ടാ, അഖിലിനെയും കാർത്തികയും പറഞ്ഞ് മനസ്സിലാക്കി ഞാൻ അവർക്ക് ഭക്ഷണം കൊടുക്കാം. ഏട്ട വന്നിരുന്ന് കഴിക്ക്. തൽക്കാലം ഏട്ടനും ഏട്ടത്തിയും താനും കഴിക്കുമ്പോൾ എനിക്കൊരു അല്പം ടൈം വേണം. പെട്ടെന്ന് ഞാനൊരു ജോലി കണ്ടെത്തിയേ മതിയാവൂ. ഈ കുടുംബം ഛിന്ന ഭിന്നമായി പോകാതിരിക്കണമെങ്കിൽ ആഗ്രഹിക്കുന്ന എല്ലാം ഞാൻ അവർക്ക് കൊടുക്കണം. അഖിൽ വീടന്നെ തൊട്ടനും പിടിച്ചിട്ടൊക്കെ എന്തിനാടി വഴക്കുണ്ടാക്കുന്നേ? കേൾക്കുമ്പോൾ ഭ്രാന്ത് പിടിക്കുക എനിക്ക്. അങ്ങനെയാണോ? നമുക്ക് ആവശ്യമുള്ളതൊക്കെ അവര് തന്നെ മനസ്സിലാക്കി തരാന്ന് പറഞ്ഞിട്ടല്ലേ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. അവര് പറഞ്ഞ പോലെ നോക്കുന്നില്ലേ? എന്ത് നോക്കുന്നുണ്ടെന്നാ? ഒന്നുണ്ടെങ്കിൽ മറ്റൊന്നില്ല. കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം. എന്നെ കൊണ്ട് പറ്റില്ല അഖിൽ. നമുക്ക് വേറെ വീട്ടിലേക്ക് പോകാം. ഒറ്റയ്ക്ക് വേറെ വീട്ടിൽ പോയാലേ മുഴുവൻ ചിലവും നമ്മൾ തന്നെ നോക്കേണ്ടി വരും. എന്ന് ഈ വീട്ടിൽ തന്നെ നിന്നാ എല്ലാം ഫ്രീ ആയിട്ട് കിട്ടും. മനസ്സിലായോടി? നമ്മൾ ഹസ്ബൻഡ് ആൻഡ് വൈഫാണെന്ന് ആരും അറിയരുത്. നമ്മൾ ബാച്ചിലേഴ്സിനെ പോലെ നന്നായിട്ട് ആക്ട് ചെയ്യണം. അങ്ങനെ തന്നെ ചെയ്യാം അഖിൽ. വീട്ടില് ഭാര്യയും ഭർത്താവും, ഓഫീസിൽ അപരിചിതർ. വാ പോവാം. പത്രം നോക്കിയിട്ട് ഇവര് രണ്ടുപേരും എങ്ങോട്ടാ പോയത്? കല്യാണം കഴിക്കാത്തവർക്ക് അധിക സാലറിയോടെ ജോബ് ഓഫർ. ഇതിപ്പോ എനിക്ക് വേണ്ടി പരസ്യം ചെയ്ത പോലെ ഉണ്ടല്ലോ. ഞാൻ ജോലിക്ക് പോയാ എനിക്ക് നിറയെ ശമ്പളം കിട്ടും. അപ്പൊ എന്റെ ജീവിതം അടിപൊളിയായിരിക്കും. അങ്ങനെ രണ്ടാമത്തെ കല്യാണം നടത്താം. ഞാൻ ഒരു കുടുംബിനിയാവുമല്ലോ. അപ്പോ ഇതിനു വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ആ ജോലിക്ക് കയറാം.
എല്ലാവരും ഒരുമിച്ചുണ്ടാവണമെന്നത് അബിയുടെ ആഗ്രഹമാണ്. അപ്പം എല്ലാവരും ഒരുമിച്ച് ജോലി ചെയ്താലേ ഈ കുടുംബം മുന്നോട്ട് പോകത്തുള്ളൂ. ഒരാളെ മാത്രം ആശ്രയിക്കുന്നത് അത്ര നല്ലതല്ല. എന്തായാലും അബിക്കൊരു ജോലി കിട്ടിയില്ലേ വസു? അതുപോലെ ഏട്ടനും എന്തെങ്കിലും ഒരു ജോലി കണ്ടുപിടിക്കണം. ഏട്ടനെ കൊണ്ട് പറ്റുന്നത് സമ്പാദിക്കട്ടെ. കഴിയുമെങ്കിൽ ഞാനും പെട്ടെന്നൊരു ജോലിക്ക് ശ്രമിക്കാം. ദയവ് ചെയ്ത് നീ അതിനെതിരെ നിൽക്കരുത്. നിങ്ങൾ കഷ്ടപ്പെടുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. ഏട്ടനും ഇതിന് താല്പര്യമില്ല. അബിയോട് ഞാൻ സംസാരിക്കാം മോളെ. എല്ലാം നിങ്ങളുടെ ഇഷ്ടം. ഒരു നല്ല മോഡേൺ ഡ്രസ് ഇട്ട് ജോലിക്ക് പോയി ജോയിൻ ചെയ്യാം. ഒരുപാട് പണം സമ്പാദിച്ച് സ്ത്രീധനം കൊടുത്തിട്ടായാലും ശരി. മമ്മൂട്ടിയെ പോലെ ഒരാളെ കല്യാണം കഴിച്ച് ജീവിക്കണം. ഇത്രയും നാളും എനിക്ക് ജോലി ഇല്ലാത്തതുകൊണ്ട് അവരെ ഇവരൊക്കെ താങ്ങി അവരുടെ ചീത്തവിളിയും കേട്ട് ജീവിക്കേണ്ടി വന്നു. ഇനി ഞാൻ സ്വന്തം കാലിൽ ജീവിക്കാൻ പോവാ. വരൂ മാഡം, വരൂ. പറയൂ മാഡം, എന്താണ് വേണ്ടത്? ഒരു നല്ല ഡ്രസ് എടുത്ത് കാണിച്ചേ. നിങ്ങളുടെ മകൾക്കാണോ? അല്ല, നിങ്ങളുടെ പേരക്കുട്ടിക്കാണോ? എന്നെ കാണുമ്പോ നിനക്ക് എന്താണ് തോന്നേ? അമ്മയായിട്ട് മുത്തശ്ശിയായിട്ട് തോന്നുന്നുണ്ടോ? അതെ മുത്തശ്ശി. ഒരെണ്ണം തന്നാ നിന്റെ പല്ല് താഴെ കിടക്കും. ഞാൻ മുത്തശ്ശിയൊന്നും അല്ലടാ, ഒരു ചെറിയ പെണ്ണ. എന്റെ കല്യാണം പോലും കഴിഞ്ഞിട്ടില്ല, അറിയോ? ഏയ്, ഡാ, എന്താണ് നിനക്ക് പെട്ടെന്ന് സംഭവിച്ചേ? എണീക്കടാ, ഡാ, ഡാ, എണീക്കടാ, ഡാ, അനിയ, ഡാ, നിനക്ക് എന്താ പറ്റിയേ? ഡാ, എണീക്കടാ അനിയ. ഇവൻ എന്താ പറ്റിയത്? നിങ്ങൾ എന്താ ഇവന് ചെയ്തത്? ഞാനൊന്നും ചെയ്തിട്ടില്ല. പിന്നെ എങ്ങനെയാ ഇവൻ വീണത്? എനിക്കെങ്ങനെ അറിയാം? നിങ്ങൾ എന്തോ പറഞ്ഞു അല്ലേ? ഡ്രസ് കാണിക്കാവോന്ന് ചോദിച്ചു. അതിനിങ്ങനെ വീഴുവോ? എന്റെ മോൾക്കാണോന്ന് ചോദിച്ചു. അല്ലാന്ന് പറഞ്ഞു. പിന്നെ പേരക്കുട്ടിക്കാണോന്ന് ചോദിച്ചു. നിങ്ങളുടെ പേരക്കുട്ടിക്കാണോ? ഏയ്, നിന്റെ പല്ല് ഞാൻ അടിച്ചു താഴെ ഇടും. ഡ്രസ് എനിക്ക് ഇടാനാ വേണ്ടത്. ഇതൊക്കെ കൊച്ചുകുട്ടികൾ ഇടുന്ന ഡ്രസ്സല്ലേ? ഞാനും ചെറിയ പെൺകുട്ടിയാ. എന്താ പറഞ്ഞത്? നിങ്ങൾ ചെറിയ കുട്ടിയെന്നോ? ഇപ്പോഴാ എനിക്ക് ശരിക്കും മനസ്സിലായത് ഇവൻ എന്താ ഇങ്ങനെ വീണ് കിടക്കുന്നതെന്ന്. അതൊക്കെ പോട്ടെ, എത്ര വയസ്സായി നിങ്ങൾക്ക്? അത് അങ്ങനെ ചോദിച്ചാ ഇപ്പോ 30 കഴിഞ്ഞതേ ഉള്ളൂ. ഇനിയും എന്റെ കല്യാണം പോലും കഴിഞ്ഞിട്ടില്ല. അത് നടക്കാനും പോകുന്നില്ല. എന്താ പറഞ്ഞേ? ഒന്നും പറഞ്ഞില്ല. ഡാ, നീ നിഴലുള്ള സ്ഥലത്ത് നിന്നിരിക്കും, അല്ലെങ്കിൽ തന്നെ നിന്റെ ഹൃദയം വീക്കാം. അവന്റെ ഹൃദയത്തിന് എന്താ പറ്റിയേ? ഇതുവരെ ഒരു കുഴപ്പമില്ലായിരുന്നു. ഇനിയെങ്ങാനും അവന് നെഞ്ചുവേദന വരുമോ എന്ന് പേടിയുണ്ടേ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രസ് എടുത്തോ. ഈ ഡ്രസ് എനിക്ക് നന്നായിരിക്കോ? ഈ ഡ്രസ് ഇട്ടാ ഞാൻ നല്ല സുന്ദരിയായിരിക്കും അല്ലേ? എന്നോടൊന്നും ചോദിക്കരുത്. ഇതിനു മുമ്പ് എനിക്ക് സ്ട്രോക്ക് വന്ന് ഇപ്പോഴാ സുഖമായത്. ഇനി ഒരിക്കൽ കൂടി വന്നാൽ ഞാൻ ചത്തുപോകും. ശരി, ഇത് പാക്ക് ചെയ്യൂ. ശരി ശരി. ഇതും കൂടി പാക്ക് ചെയ്യ്. നോക്ക്, രോഗമുള്ളവരൊന്നും റോഡിൽ നിൽക്കാൻ പാടില്ല. ആശുപത്രി പോയി കിടക്കണം. ഞാൻ പറഞ്ഞാ മനസ്സിലായോ? മനസ്സിലായി. പെട്ടെന്ന് റെഡിയായി ഇന്റർവ്യൂവിന് പോണം. ജോലിക്ക് സെലക്ഷൻ കിട്ടണം.